ഇന്ത്യയിലെ ജനങ്ങൾക്ക് അതിയായ ഒരു തിരിച്ചടി വന്നിരിക്കുകയാണ്. കാരണം ഇന്ത്യയെ അമേരിക്കയ്ക്ക് അവസാനം വിറ്റിരിക്കുകയാണ് മോദിജി, നമ്മുടെ പ്രധാനമന്ത്രി. ഈ തീരുവ നമുക്ക് കൂട്ടിക്കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് നമ്മൾ പെട്രോൾ മേടിക്കുന്നത് അമേരിക്ക പറയുന്ന സ്ഥലത്തു നിന്നായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് റഷ്യയിൽ നിന്ന് പെട്രോൾ വാങ്ങിച്ചിട്ട് അത് വില കുറച്ച് റഷ്യ തരുന്നു. അത് നമ്മൾ വാങ്ങിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നു. നമ്മൾക്ക് വില കുറച്ച് കിട്ടുന്നു. പക്ഷേ ജനങ്ങൾക്ക് ഗുണമില്ല. ഗവൺമെൻറ്റിന് പൈസ ഉണ്ടാവുന്നുണ്ട്. ഗവൺമെൻറ് പൈസ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ചെയ്യട്ടെ, അതവിടെ നിൽക്കാം. പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സംഘി ചാനലുകളുണ്ട്. അവരൊക്കെ പറയുന്ന തള്ളു കേൾക്കും വേണം. അതായത് മോദിജിയുടെ അടുത്ത് ട്രംപിൻ്റെ ഒരു വേലയും നടക്കില്ല. ഇപ്പോൾ അവരടിപ്പോയി, അമേരിക്ക അടിപ്പോയി, ആകെ പ്രശ്നങ്ങളായി. ഇനി അമേരിക്ക ഇന്ത്യയുടെ മുന്നിൽ അടിയറവ് പറയും എന്നൊക്കെ പറഞ്ഞ് എന്ത് തള്ളുന്നത് ഇപ്പോൾ കണ്ടില്ലേ. അവസാനം അമേരിക്ക പറയുന്ന സ്ഥലത്ത് ഇന്ത്യ എത്തി, മോദിജി എത്തി. മോദിജി ഇപ്പോൾ ഫ്രണ്ടാന്ന് പറഞ്ഞു തുടങ്ങി. ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാലുൽപ്പന്നങ്ങൾ അതുപോലെ കൃഷി ഉൽപ്പന്നങ്ങൾ ഒന്നും വിലയില്ലാതെയാവും. കാരണം അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങളും അതുപോലെ പാലുൽപ്പന്നങ്ങളും ഒക്കെ വർഷങ്ങളായി ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ ഒരു തീരുവ ഉണ്ടാവരുത്, അവർക്ക് ഇങ്ങോട്ട് ഫ്രീ ആയിട്ട് ഒരു ടാക്സ് ഇല്ലാതെ വിൽക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വർഷങ്ങളായി. പക്ഷേ ഇപ്പോൾ ആ സൗകര്യം ചെയ്തു കൊടുത്തു. എന്നിട്ട് നമ്മുടെ ഇന്ത്യക്ക് ഇപ്പോൾ 25% തീരുവയാണ്. 50 ആക്കിയത് പറഞ്ഞു, അവസാനം 25 ആക്കി വെച്ചിരിക്കുകയാണ്. ആ 25 18 നേരത്തെ നമുക്ക് 10 18 കുറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എവിടെ ലാഭം? അമേരിക്കയ്ക്കാണോ ഇന്ത്യക്കാണോ ലാഭം? അമേരിക്കയുടെ കർഷകരും അവിടുത്തെ വ്യവസായികളും 800ഓളം വ്യവസായികളുണ്ട്. അവരെല്ലാവരും കൂടിയിട്ട് ട്രംപിനെ വളഞ്ഞു. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ, ഈ തീരുവ കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ സാധനങ്ങൾക്കൊക്കെ വില കൂടും. ഇന്ത്യൻ സാധനങ്ങൾക്കൊക്കെ വില കൂടും. ഇന്ത്യയിൽ നിന്ന് ഒരു സാധനം ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ സാധനങ്ങൾ, കർഷകരുടെ സാധനങ്ങളൊക്കെ അങ്ങോട്ട് കയറ്റിക്കാനുള്ള ഒരു ഉപാധി ഉണ്ടാക്കണം എന്നും പറഞ്ഞ് ട്രംപിനങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാകും. അപ്പോൾ ഇന്ത്യ ഞങ്ങളുടെ തീരുവ കൂട്ടി നമ്മൾ പെട്രോൾ വാങ്ങിക്കുന്നത് റഷ്യയിൽ നിന്ന് നിർത്തണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് 100%, 50%, 25% തീരുവ കൂട്ടിയത്. ഇങ്ങനെ തീരുവ കൂട്ടിക്കഴിഞ്ഞപ്പോൾ സംഘിച്ചാനകളൊക്കെ പറഞ്ഞത് നമുക്ക് പേടിക്കാനൊന്നുമില്ല, അമേരിക്ക നമ്മൾ വേറെ സ്ഥലം കണ്ടെത്തുമെന്നൊക്കെ പറഞ്ഞു. അവസാനം ഇപ്പം എന്ത് സംഭവിച്ചു? അമേരിക്കയിലെ കർഷകർക്ക്, അവിടുത്തെ വ്യവസായികൾക്ക്, ഗവൺമെൻറ്റിനെല്ലാം ലാഭം, അതിയായ ലാഭം ഉണ്ടാക്കുന്ന ഒരു ഇന്ത്യൻ വിപണി അങ്ങോട്ട് തുറന്നു കൊടുത്തു ഫ്രീ ആയിട്ട്. ഇനി അമേരിക്കയ്ക്ക് ഇവിടെ ഫ്രീ ആയിട്ട് ടാക്സ് ഇല്ലാതെ അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങളും ഡയറി ഉൽപ്പന്നങ്ങളും പാലും, അപ്പോൾ ഇവിടുത്തെ പാവപ്പെട്ട ഈ കൃഷിക്കാർ അതുപോലെ ഫാം നടത്തുന്ന ആളുകൾ, പാല് ഒരു പശുവിനെ കൊണ്ടൊക്കെ ജീവിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. പാല് കൊടുത്ത് അതുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. ആ പാലിനൊന്നും വില ഉണ്ടാവില്ല. കാരണം അമേരിക്കയുടെ സാധനങ്ങളും കൊണ്ട് ഇറങ്ങി വരുമ്പോൾ വില കുറയും, അവരുടെ സാധനങ്ങൾക്ക് ഡിമാൻഡ് കൂടും. പിന്നെ വേറൊരു കാര്യങ്ങളും സംഖ്യകളോട് പറയാനുള്ളത്, അവർ വരുന്ന അല്ലെങ്കിൽ അവർ ഇവിടെ ഇറക്കുമതി നടത്തുന്ന പാല് നമ്മളെ പൂർണ്ണമായിട്ട് വെജിറ്റേറിയൻ ഫുഡുകളാണ് നമ്മുടെ പശുക്കൾക്ക് കൊടുക്കുന്നത്. അവിടെ അതല്ല, മാംസവും കൂടി പ്രോസസ്സ് ചെയ്ത് കലർത്തിയ ഫുഡാണ് അവിടെ കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പാല് സംഖ്യകൾക്ക് കഴിക്കാൻ പറ്റുമോ? അപ്പോൾ അതൊരു വശം. അമേരിക്കയിലെ കർഷകർക്ക് അവർ കൊടുക്കുന്ന സബ്സിഡി എത്രയെന്നറിയാമോ? അമേരിക്കയ്ക്ക് കൊടുക്കുന്ന സബ്സിഡി, അമേരിക്കയിലെ കർഷകർക്ക് അവിടുത്തെ ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സബ്സിഡി എത്രയെന്നറിയാം? $60,000 ഒരു വർഷം കൊടുക്കുന്നത്. അതായത് 55 ലക്ഷം രൂപയാണ് ഇന്ത്യൻ മണി. നമ്മുടെ കർഷകർക്ക് കിട്ടുന്ന 6,000 രൂപയും. ദരിദ്രരായ നമ്മുടെ കർഷകരെ നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ മോദി, നമ്മുടെ പ്രധാനമന്ത്രി ഇതുപോലെ പച്ച നുണ പറഞ്ഞ് കയറിയിട്ട് ഇതുപോലെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്രോളിന് വില കുറയ്ക്കാമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ. ഇനിയിപ്പോൾ പെട്രോളിന് വെനസ്വേലയിൽ നിന്നും അമേരിക്കയിൽ നിന്നും പെട്രോൾ കൊണ്ടുവരേണ്ടി വരും. റഷ്യയിൽ നിന്ന് പെട്രോൾ വില കുറച്ച് ഇനി എടുക്കരുതല്ലോ. അപ്പോൾ നമ്മുടെ എല്ലാ വ്യവസായികളും അവിടെ പോയി പെട്രോൾ എടുക്കണം. അവിടെ നിന്ന് എത്രയോ ഷിപ്മെൻറ്റ് കൂടുതലാണ്, വളരെ അകലെയാണ് നമുക്ക് അമേരിക്കയും വെനസ്വേലയൊക്കെ. അവിടുന്ന് ഈ വില കൂട്ടി പെട്രോൾ കൊണ്ടുവന്ന് ഇവിടെ വിൽക്കുമ്പോൾ ഇവിടെ വില കൂട്ടി കൊടുക്കൂലേ, നമുക്ക് വില കുറച്ചിട്ട് ഗവൺമെൻറ് നമുക്ക് വില കുറച്ച് തന്നിട്ടില്ല. അപ്പോൾ ഇനി ഈ വില കൂട്ടി മേടിക്കുന്ന പെട്രോൾ ഇവിടെ വരുമ്പോൾ അവർ വില കൂട്ടില്ലേ. അപ്പോൾ ഇതുപോലെ ജനങ്ങളുടെ നടു ഒടിക്കുന്ന ഒരു
അവസ്ഥയാണ് ഇപ്പോൾ വീണ്ടും മോദിജി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഈ അമേരിക്കയുടെക്ക് അടിയറവ് വച്ചിരിക്കുന്നതെന്ന് ഒരു പിടുത്തമില്ല. ഇതിനെപ്പറ്റി ഒരു അക്ഷരം അവർ മിണ്ടുന്നുമില്ല, കാരണങ്ങൾ പറയുന്നുമില്ല. 2014 മുതൽ 2024 വരെയുള്ള കണക്കനുസരിച്ചിട്ട് 1,50,000 കർഷകരും കർഷക തൊഴിലാളികളടക്കം 1,50,000 ആളുകൾ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. കാരണം ഇവർ കൃഷി ചെയ്തിട്ട് ഇവർക്ക് കടം വന്നുകൂടി ഈ കടം അടയ്ക്കാൻ പറ്റാതെ ഇവർ മാനസികമായ വിഷമം കൊണ്ട് ഇനി ജീവിക്കേണ്ട, ഇനി ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം എന്നുള്ള ഒരു തോന്നൽ കൂടിയാണ് ജീവൻ കളയുന്നത്. ഇവർ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വരും. ഇതിപ്പോൾ വലിയൊരു അവസ്ഥയിലാണ് കർഷകർ വിട്ടിരിക്കുന്നത്. ഇവർക്ക് സബ്സിഡി, വളരെ തുച്ഛമായ സബ്സിഡിയാണ് നമ്മുടെ ഇന്ത്യൻ കർഷകർക്ക് കിട്ടുന്നത്. വളത്തിന് അധികമായ വില, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇവർക്ക് വില കിട്ടുന്നില്ല. അപ്പോഴാണ് ഇതുപോലുള്ള വമ്പൻ തിരിച്ചടികൾ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി അവരുടെ അവസ്ഥ എന്തായിരിക്കും?